ഹായ് ഫ്രണ്ട്സ്, മണിച്ചിത്താറിൻ്റെ റിലീസായിട്ട് ഇന്ന് രാഗൻ തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ ഒരു പുലി നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പുലിക്കളീനെ പറ്റിയിട്ട് ആളുടെ അടുത്ത് എന്താ അയാളുടെ വിഷമം എന്ന് നമുക്കറിയാം. ദാസനാ ദാസേട്ടൻ, നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ പുലിക്കളീനെ പറ്റിയിട്ട് ദാസേട്ടൻ എന്താ പറയാനുള്ളത്? പുലിക്കളി ഉണ്ടാവണം നമുക്ക് ആഗ്രഹം. എന്ന് വെച്ചാൽ കുറേ കലാകാരന്മാർ കടം മേടിച്ചിട്ട് ഓരോ പ്രോഗ്രാം ഏൽപ്പിക്കലും പിടിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ പുലിക്കളി ഉണ്ടെങ്കിലാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വർക്കുകൾ കിട്ടുള്ളൂ. അതിൻ്റെ വർക്കുകൾ നമ്മൾ മുന്നോടിയിട്ട് എല്ലാ മേഖല ദേശക്കാർ എല്ലാ പണിത് വെച്ചിരിക്കുന്നു. എല്ലാ പ്ലോട്ട് സ്റ്റേജൊക്കെ വെച്ചിട്ട് ടേബിളൊക്കെ പണി കഴിഞ്ഞു. പകുതി പണിയായി. എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തൊക്കെ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എത്ര വർഷമായി ഞാനിപ്പോ 13 ദിവസം ഇട്ട് തുടങ്ങിയാണ്. 13 വർഷമായി. ദാസേട്ടനല്ലേ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഫ്രണ്ടില് ഒരുപാട് വൈറലായി ദാസേട്ടൻ. അത് കാരണം ഞാൻ ചോദിക്കാൻ കാരണം ദാസേട്ടനാണെങ്കിൽ എല്ലാവരുടെ ഒപ്പം അങ്ങനെ അങ്ങോട്ട് ആസ്വദിച്ചിട്ടാണ്ട് കളിക്കണം. നമുക്ക് ക്ലാസ്സിൽ പുലിക്കലുണ്ടാവണം. എന്നാലും ഈ തൃശ്ശൂരിൽ ഇപ്പൊ ഈ 2 ദിവസമുള്ളിൽ തൃശ്ശൂരിൽ പുലിക്കലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ ഇടങ്ങളിൽ വർക്കുകൾ വരുള്ളൂ. അതിന് മറ്റുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ആണ്. തരുന്നില്ല. അതായത് തൃശ്ശൂർ പുലിക്കളില്ല, അതുകൊണ്ട് നമുക്ക് പരിപാടി വേണം എന്നിട്ട് ഒരുപാട് ആൾക്കാർ ക്യാൻസൽ ആക്കിയിട്ട് അതുപോലെ ഒരുപാട് ആൾക്കാരെ കുടുംബം പട്ടിയ തുടങ്ങി. ഓണം പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും കടം മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സാധനങ്ങൾക്ക് ചണ്ട, മേളം, തബല, എല്ലാ മേളക്കാരും ആർട്ടിസ്റ്റുകളും എല്ലാ പുലികളും വലിയൊരു ഇതാണല്ലേ, വലിയൊരു നമുക്ക് പത്രം കിട്ടാം. സംഭവം നമുക്ക് വൈകുന്നേരമുള്ള ദുരന്തം നമുക്ക് വിഷമങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഞങ്ങളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. പുലികളെ മേളയിൽ എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചെറിയ തോതിൽ നമുക്ക് നടത്തണം എന്നൊരു ആഗ്രഹമാണ്. എല്ലാ സർക്കാരും സഹായിക്കണം. പ്രതിസന്ധിയിലാണ് നമുക്ക് നിൽക്കുന്നത്. ഇത് തുടങ്ങി വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ വെച്ച ശേഷമാണ് ഇപ്പൊ ഇവര് പറയണത് വേണമെന്നാണത്. അതിന്റെ ഉപ്പാട് ഞങ്ങൾ പോയപ്പോ അവര് എല്ലാം ബുക്ക് ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കും. എല്ലാവർക്കും എല്ലാ ദേശക്കാരും പയര ഇതിനാണ് കടം ലോറി തന്നെ ഇട്ടിരിക്കണ്. പണി ആ ലോറി വാറ ഡെയിലി കൊടുത്തോണ്ടിരിക്കും. ഇപ്പോഴും ഓരോ ദേശത്ത് ഓരോ ലോറി ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് ആ ലോറിക്കാരന് ഇപ്പോഴും ഡെയിലി 2000 വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നു. എല്ലാ ദേശക്കാരും പണി ലീഗിൽ അതിന് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ എന്തായാലും അറിയാൻ വേണ്ടിയുണ്ട്. എല്ലാ ദേശക്കാരും 2000 വെച്ച് കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ ആ ലോറിക്കാർക്കും ആ വാടക എല്ലാ മേഖലയിലും ഉണ്ടാവണം. നമുക്ക് പാടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചർച്ച ചെയ്യേണ്ടി തോന്നുന്നുണ്ടല്ലോ. നമുക്ക് രക്ഷപ്പെടാം. എല്ലാ മേഖലകളും ഇന്നിപ്പോ ഈ സുരേഷ് ഗോപിയുടെ ഈ മണിച്ചിത്താറിന്റെ ഈ പടത്തിനാവൂല വന്നിട്ടുണ്ടാവും. നമ്മുടെ രാഗം സുനിച്ചേട്ടന്റെ തിയേറ്ററിലേക്ക് നമ്മൾ എത്തിയത് ഒരു ഐശ്വര്യമാണത്. നമ്മുടെ സുനിച്ചേട്ടന് വേണ്ടിയുള്ള ഐശ്വര്യമായിട്ട് ഓണം ഉള്ളിൽ കയറി. മോഹൻലാൽ ഫാൻസ് ആണല്ലേ നമുക്ക് 1-ാം തീയതി ഒരു പുലരിയിൽ ചിങ്ങമാസം 1-ാം തീയതി നമ്മുടെ സുനിച്ചേട്ടന്റെ തിയേറ്ററിലേക്ക് വന്നത് ഏറ്റവും വളരെ സന്തോഷമുണ്ട്. സുനിച്ചേട്ടനായാലും സ്വന്തം ചേട്ടനെ പോലെ നമ്മള് എല്ലാവരും കൂടെ കാണാം. സ്വന്തം ചേട്ടനെ പോലെ ആള് നമുക്ക് സുനിച്ചേട്ടൻ ആളെ തിയേറ്റർ കണ്ടില്ല. അടിപൊളി, എല്ലാവരോടും നല്ല പെരുമാറ്റം, എല്ലാവരും ആളൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏത് ഫാൻസാർക്കും സുനിച്ചേട്ടൻ എല്ലാത്തിനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് വരെ കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം വരെ എവിടേക്ക് പോകാന്നൊക്കെ ഉണ്ട്. കൂടെ വരച്ച് കൂടെ നോക്കും. എല്ലാ സൗകര്യം സുനിച്ചേട്ടൻ ചെയ്തു. എവിടേക്ക് പോകണ്ട ആള്. സന്തോഷം. എവിടെ വീട് പറഞ്ഞത്? വീട് കോട്ടപ്പുറം. സന്തോഷം. എല്ലാം ഉണ്ടാവട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.